കൊച്ചി തീരത്തിന് സമീപം കടലിൽ മുങ്ങിയ MSC എൽസ ചരക്ക് കപ്പലിൽ നിന്ന് ഇന്ധനം നീക്കം ഇന്നു മുതൽ തുടങ്ങിയേക്കും. ഇന്ധനം നീക്കത്തിനായി സഹായിക്കുന്ന കപ്പൽ കനറ മേഘ ഇന്നെത്തും. അതേസമയം പുറംകടലിൽ വെച്ച് തീപിടിച്ച വാൻഹായ് 503 കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്തേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുന്നു. കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലായ MSC എൽസ 3യിൽ നിന്ന് ഇന്ധനം നീക്കാനുള്ള നടപടികൾ ചൊവ്വാഴ്ച തുടങ്ങുമെന്നാണ് സൂചന. ഇന്ധനം നീക്കുന്നതിനായി സഹായിക്കുന്ന ഗാർഡ് വെസലായ കനറ മേഘ മുംബൈയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടിരുന്നു. കപ്പൽ ചൊവ്വാഴ്ച കൊച്ചി തീരത്തെത്തിയേക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ധന നീക്കം തുടങ്ങാനാണ് തീരുമാനം. ഇന്ധന നീക്കത്തിന് പുതിയ സാൽവേജ് കമ്പനിയെ ചുമതലപ്പെടുത്താനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു. പുതിയ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ട ശേഷം ഇന്ധന നീക്കം ആരംഭിക്കും. അതേസമയം പുറംകടലിൽ വെച്ച് തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിലെ തീ പൂർണ്ണമായി അണച്ചിട്ടില്ലെന്നാണ് വിവരം. തീ അണച്ച ശേഷം ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് മാറ്റാനാണ് ശ്രമം. 2 ടഗുകളുമായി ബന്ധിപ്പിച്ചായിരിക്കും കപ്പലിനെ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോവുക. ഓഫ് ഷോർ വാരിയർ എന്ന കപ്പലാണ് വാൻഹായ് 503 നിലവിൽ വലിച്ചു കൊണ്ടുപോകുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.